ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് കളറുള്ള കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഫുൾ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ക്ലോത്തിലേക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ചും താഴേക്ക് ഒരു 14 ഇഞ്ചും എടുത്തിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. അത് ഒത്തിരി തെളിച്ചൊന്നും വരയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നെക്കിൻ്റെ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ വളച്ചൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി അടുപ്പിച്ചല്ല കേട്ടോ, കുറച്ച് മാറ്റി മാറ്റിയാണ് ലീഫ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡിലും ആദ്യം വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1 ഇഞ്ച് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് ഈ സ്റ്റെമ്മിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഓരോരോ കട്ട് ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഓരോരോ ബീഡ് ബാക്കിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 കട്ട് ബീഡ്സ് എടുക്കാം. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ബീഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ച ആ ഫസ്റ്റ് ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ നടുക്ക് നിന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് ആ ഒരു ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. കറക്റ്റായിരിക്കും നമ്മൾ ആ ചെയ്യുന്നത്.